ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് റീഷ്മ. നമ്മളിപ്പോൾ ഉള്ളത് ക്ലൗഡ്സിലാണ് കേട്ടോ. ക്ലൗഡ്സ് എസ്റ്റേറ്റ് റിസോർട്ട് വയനാട്. ഇന്ന് വീക്കെൻഡ്സ് ഒക്കെ ആയതുകൊണ്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് കൂടിയതാണ് കേട്ടോ. ഇതാണ് പ്രോപ്പർട്ടി. നമുക്കിവിടെ 3 കോട്ടേജസും ആണ് വരുന്നത്. അതുകൂടാതെ ഒരു പഴയ തറവാട് വില്ലയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ അവിടെ 5 റൂമും ഇവിടെ 3 കോട്ടേജസുമായിട്ടാണ് വരുന്നത്. അപ്പോൾ രാവിലെ എല്ലാവരും എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഞാൻ കുറച്ച് ലേറ്റായി ഭക്ഷണം കഴിക്കാനായിട്ട്. പൂരിയും ബജിയാണ് ഞാൻ കഴിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ മുട്ടയും പഴവും എല്ലാം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ഞങ്ങൾ പോയത് പൂളിലേട്ടാണ് കേട്ടോ. പിള്ളേരെല്ലാം ഉള്ളതുകൊണ്ട് അവർക്ക് അതായിരുന്നു കൂടുതൽ ഇഷ്ടം. എന്തായാലും അവിടുന്ന് കുറേ റീൽസും ഫോട്ടോസും എല്ലാം എടുത്തു. ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി. അപ്പം പൂളിൽ എനിക്ക് അത്യാവശ്യം ലേശം നീന്തൽ അറിയാം. അതായത് ഒരു 3-4 സെക്കൻഡൊക്കെ എനിക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ അറിയാം, നീന്തി വരാനൊക്കെ അറിയാം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞാൻ വെള്ളത്തിനടിയിൽ കൂടെ വരാം, അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് എടുപ്പിച്ച് വീഡിയോ ആണ് കിട്ടിയത്. അതായത് വിചാരിച്ച രീതിയിൽ തന്നെ വീഡിയോ കിട്ടി, സന്തോഷമാവുകയും ചെയ്തു. പിന്നെ അവിടുന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ബാണാസുരയ്ക്കാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒട്ടും മഴയൊന്നുമില്ലായിരുന്നു, നല്ല വെയിലായിരുന്നു, കാലാവസ്ഥ അടിപൊളിയായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും പേരും മഴ തുടങ്ങി. ഞങ്ങളാണെങ്കിൽ കുട എടുത്തിട്ടില്ലായിരുന്നു. കുട എടുക്കാത്തതിന് കാരണം ഒരു ബാധ്യതയാവും, അത് കൈ പിടിച്ചുകൊണ്ട് പോകണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എടുക്കാണ്ടിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയത്തേക്കും നമ്മളെ മഴ ചതിച്ചു. പിന്നെയാണ് അറിഞ്ഞു റെൻറ്റിന് അവിടെ നിന്ന് നമുക്ക് കുട കിട്ടുമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ രണ്ടും കുട മേടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കുടയും പിടിച്ച് ഞങ്ങൾ നടന്നു പോകുമ്പോൾ കുറേ ആൾക്കാർ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. ഇത് സിപ്ലൈൻ്റെ ആണ് കേട്ടോ, അതിൻ്റെ എൻഡിങ് ആണ് ഈ കാണുന്നത്. അങ്ങനെ സാധാരണ നമുക്ക് ഇവിടുന്ന് മേലോട്ടേക്ക് ഇപ്പോൾ കയറാനായിട്ട് ജീപ്പ് ട്രിപ്പ് അടിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാർ കുറവായതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ ഇപ്പോൾ അങ്ങനെ സർവീസ് ഇല്ല, നിങ്ങൾ നടന്നു തന്നെ പോകണമെന്നാണ് പറഞ്ഞത്. എന്തായാലും അധികം വൈകാതെ തന്നെ തുടങ്ങുമായിരിക്കാം. അപ്പോൾ അങ്ങനെ നടന്ന് പകുതി വഴി എത്തിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ ഏതോ ഒരു പാറക്കെട്ടാന്ന് തോന്നുന്നു, അറിയില്ല. അവിടുന്ന് നേരെ വെള്ളം ക്രോസ് ചെയ്ത് നമ്മുടെ റോഡിൻ്റെ നടുക്കോടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. നമ്മളെല്ലാവരും ഷൂ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചാടിപ്പോകാൻ യാതൊരു മാർഗ്ഗവും ഇല്ലായിരുന്നു, വേറെ വഴിയും ഇല്ലായിരുന്നു. അപ്പം വളരെ സാഹസികമായ രീതിയിലാണ് ഞങ്ങൾ അപ്പുറം ക്രോസ് ചെയ്ത് കടന്നത് കേട്ടോ. അത് ആ ഒരു ഏരിയയിൽ നിന്നാണ് വെള്ളം ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ നേരത്തെ ഒന്നും ഇങ്ങനെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. പിന്നെ മഴക്കാലത്തല്ലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. എന്താണെങ്കിലും സാഹസികമായ രീതിയിൽ അതെല്ലാം ചാടിക്കടന്ന് ഞങ്ങൾ അപ്പുറത്തെത്തി. പിന്നെ ഒരുപാട് നമുക്ക് നടക്കാനുള്ളതുപോലെ തോന്നി. കാരണം എല്ലാ പ്രശ്നവും വണ്ടിക്കാണ് പോകുന്നത്, അതുകൊണ്ടായിരിക്കാം. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും മഴയെല്ലാം മാറി, വെയിൽ ചെറുതായിട്ട് വരാൻ തുടങ്ങി. എന്നാലും വ്യൂ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നോർത്തിൽ നിന്നൊക്കെയാന്ന് തോന്നുന്നു ആൾക്കാർ എന്തായാലും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫ്ലഡ് വന്നതിന് ശേഷം വയനാട് അങ്ങനെ ആൾക്കാരധികം വന്നു തുടങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെങ്കിലും എല്ലാം ഓപ്പൺ ആയതിനു ശേഷം പഴയ പോലെ തന്നെ ആൾക്കാരുടെ ഒരു വരവ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് പോവാണ്. അവിടെയൊക്കെ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. ഫോട്ടോയിൽ ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പതിയെ എല്ലാവരും കൂടെ നടന്ന് പോവുകയാണ്. നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ വരുന്നതേ ഉള്ളൂ. കാരണം നടന്നു പോകുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു കയറാനായിട്ട്. എല്ലാം കഴിഞ്ഞ് താണ്ടി ഈ കാണുന്ന ഇത്രയും ഉള്ളൊരു കുത്തനെ ഒരു സ്റ്റെപ്പും കൂടെ കയറുന്നുണ്ടായിരുന്നു. ശരിക്കും മടുത്തു. നമ്മൾ വൈകുന്നേരമാണ് പോയത്. വൈകുന്നേരം ഒരു 3:30-4 മണി സമയത്താണ് പോയത്. എല്ലാവരും കാഴ്ച കണ്ട് മടങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറേ ആൾക്കാർ മുന്നിലോട്ട് കയറിപ്പോയി. അത് ലിൻഡ, ഇത് മാത്യൂസ്. അപ്പം ഞങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്, വേഗം കയറി വരൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഇവർ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഇരുന്ന്. കാരണം എല്ലാവരും ഓൾറെഡി മടുത്തിട്ടുണ്ടായിരുന്നു. ഈ ജീപ്പിൻ്റെ ഇത് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളെ മേലെ കൊണ്ടുവിടും, അങ്ങനത്തെ യാതൊരു പ്രശ്നം ഉള്ളതല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സമയം ആയതുകൊണ്ട് പിന്നെ ആൾക്കാർ അധികം ഇല്ല. കാരണം എപ്പോഴും ആൾക്കാരുണ്ടാവണം നിർബന്ധമില്ല. സാധാരണ ഇങ്ങനെയല്ല, നല്ല തിരക്കുമാണ്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലത്തെ തിരക്ക് വരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത്. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല. ഓപ്പണായി എന്ന് അറിയാത്തത് കൊണ്ടാണോ അതോ അറിയത്തില്ല. എന്താണെങ്കിലും ഒടുക്കം നമ്മൾ പറഞ്ഞ് ബാണാസുര ഡാമിൻ്റെ ഏറ്റവും മേലെ എത്തി കേട്ടോ. ഇത് വ്യൂ അടിപൊളിയായിരുന്നു. കാരണം നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് ഏതാണ്ട് നമ്മൾ ലക്ഷ്യം പൂർത്തിയാക്കിയ ഒരു മട്ടിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. നല്ല മഴക്കാറുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കാലാവസ്ഥ അടിപൊളിയായിട്ട് തോന്നി. അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. നടക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരുപാട് നടക്കാനും എല്ലാത്തിനുമായിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ ഇവിടെ സ്പീഡ് ബോട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇപ്പോൾ ആൾക്കാർ വരുന്നതേ ഇല്ലേ ഉള്ളൂ, അറിയത്തില്ല എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ആൾക്കാർ നടത്തുന്നുണ്ടോ, അങ്ങനെ സ്പായ് അങ്ങനത്തെ കുറേ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഫെസിലിറ്റി ഉള്ളതായിരുന്നു. സിപ്ലൈൻ ഉണ്ടോ, അതും ഉണ്ടോ എന്ന് അറിയത്തില്ല, ഞാൻ കാണിച്ചു തന്നില്ല. അതാണ് അതിൻ്റെ എൻഡിങ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡാമിലെത്തി. അപ്പം നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒത്തിരി അടുത്തോട്ട് പോവരുത്, പാമ്പുകളുണ്ടാവും, അപ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഒരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ അപ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ളവർ എത്തിയിട്ടില്ല, നടന്ന് കയറി വരുന്നതേ ഉള്ളൂ. നമ്മളാണ് ആദ്യം എത്തിയത്.
അപ്പോൾ അങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബോട്ട് പോകുന്ന ഒച്ച കേട്ടത് കേട്ടോ. ഭയങ്കര സൗണ്ടിലാണല്ലോ ഇത് പോണത്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇതാണ്ടേ പോകുന്നു ബോട്ട് എന്ന് പറഞ്ഞ് കാണിച്ചു തരുന്നതാണ് കേട്ടോ. പെട്ടെന്ന് ഞാനപ്പോൾ വീഡിയോ എടുത്തതാണിതേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി ഇതിൽ സ്ട്രെയിറ്റ് പോവുകയാണെങ്കിൽ ഇവിടെയാണ് പാർക്ക് പോലെ എന്തോ ഉണ്ട്, കുറേ ഊഞ്ഞാലും അങ്ങനെയൊക്കെ പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ള രീതിക്കുള്ള കുറേ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ വഴി സ്ട്രെയിറ്റ് പോകുന്ന അവിടെയാണ് നമ്മുടെ ബോട്ടിങ്ങിൻ്റെ സൗകര്യമുള്ളത്. നമുക്ക് ബോട്ടിൽ കയറണമെങ്കിൽ കയറാം, അങ്ങനെയുള്ള സൗകര്യമൊക്കെ അവിടെയാണ് കേട്ടോ ഉള്ളത്. ചെറിയൊരു പാർക്കാണ്, നല്ല രസമാണ്, പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. നമുക്ക് വലിയവർക്കാണെങ്കിൽ കാണാൻ റിലാക്സ് ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റുന്ന സൗകര്യമുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടെ എത്തിയപ്പോഴത്തേക്കിനും ഒരുപാട് ബോട്ടുകൾ കണ്ടു, സ്പീഡ് ബോട്ടുകൾ ഒരുപാട് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ പിള്ളേരുള്ളതുകൊണ്ട് നമ്മൾ ബോട്ടിങ്ങിൽ കയറിയില്ല. പിന്നെ മാത്രമല്ല മഴയും വരുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞ് തിരിച്ച് പോകണമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറേ ഫോട്ടോസും കുറേ വീഡിയോസും കുറേ റീൽസും എല്ലാം എടുത്ത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്ട് രണ്ടാമത്തെ സെക്ഷൻ മഴ വീണ്ടും തുടങ്ങി. അപ്പോൾ ഓരോരുത്തർ കുടയൊക്കെ നോക്കി ഇനി നമുക്ക് മെല്ലെ പോകാം ആയല്ലോ ഏകദേശം എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം കണ്ടു കഴിഞ്ഞായിരുന്നു കേട്ടോ. ഒരു ഏകദേശം 1-2 മണിക്കൂറായിരുന്നു അപ്പോഴത്തേക്കിനും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് 2 പേർക്ക് ടീമിന് മാത്രമാണ് കുടയുണ്ടായിരുന്നത്. ലിൻഡ മാത്യൂസിന് അവർക്ക് കുടയില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്ക് തൊപ്പിയുണ്ട്, പിള്ളേരുള്ളതുകൊണ്ട് നിങ്ങൾ എടുത്തോ കുട എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുടയിലേക്ക് പോരുകയും ചെയ്തു. അവർ നടന്നുമാണ് പോയത്. പക്ഷേ അപ്പോഴത്തേക്ക് മഴ ശക്തിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇത്രയും ദൂരം നടന്നു പോകാനുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്കവിടെ വെയിറ്റ് ചെയ്യാം, മഴ ഇനി കൂടി വന്നാൽ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, മഴ ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്തുള്ളൊരു വെയിറ്റിംഗ് ഷെഡിൽ ഞങ്ങൾ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറി വന്നപ്പോൾ ഈ വെയിറ്റിംഗ് ഷെഡിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മഴ ശക്തമായി തുടങ്ങുന്നതനുസരിച്ചിട്ട് ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓടി വരാൻ തുടങ്ങി. എന്നാലും ഒരു 10 മിനിറ്റ് നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതുവരെ അപ്പോഴത്തേക്കിനും മഴയെല്ലാം കുറഞ്ഞു. പക്ഷേ ആ പെയ്യുന്ന മഴ എന്ന് പറഞ്ഞാൽ നല്ല ശക്തമായ മഴയുമായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞു മക്കളെയും കൊണ്ടൊക്കെ വരുന്നവർക്ക് റിസ്ക്കാണ്, കാരണം ഇപ്പോൾ ഇതൊരു കാലാവസ്ഥയിൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റിയല്ലോ. അപ്പോൾ എന്താണെങ്കിലും അവരും എല്ലാവരും കൂടി ഓടി വന്നു. ഒറ്റ നിമിഷം കൊണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ആ വെയിറ്റിംഗ് ഷെഡ് ഫുള്ളാവുകയും ചെയ്തു കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും പഴയ പോലെ തന്നെ മഴയെല്ലാം കുറഞ്ഞു. ഞങ്ങൾ വീണ്ടും നാടൻ താഴോട്ടേക്ക് ഇറങ്ങി. ഇത്ര ഇങ്ങോട്ട് കയറി വന്ന അത്രയും ഒരു ബുദ്ധിമുട്ട് താഴോട്ടേക്ക് ഇറങ്ങിയപ്പോൾ തോന്നിയില്ല കേട്ടോ. എന്താണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ താഴോട്ടേക്ക് എത്തുകയും ചെയ്തു. പിള്ളേരാണെങ്കിലും നടന്നു പോകുന്നതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയില്ല. പിന്നെ മഴയും അങ്ങനെ വലിയ കാര്യമായിട്ടില്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകുന്നതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൻ്റെ ചാർജ് പോയി. ഇത് തിരിച്ച് നമ്മൾ പ്രോപ്പർട്ടി വന്നിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. അടിപൊളി പ്രോപ്പർട്ടിയാണ്. അപ്പോൾ തിരിച്ച് നിങ്ങൾ വരുന്നതിൻ്റെ ആ എല്ലാം എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മൊബൈൽ എന്നെ ചതിച്ചു ഗൈസ്, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി നൈറ്റുള്ള വ്യൂ കേട്ടോ. അടിപൊളി ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വ്യൂസ് കേട്ടോ. ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഇന്നത്തെ ഒരു വീഡിയോ ഞാനിപ്പോൾ അവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെയും ബായ്.